മോദി തീവ്രവാദിയായി പ്രഖ്യാപിച്ചയാളെ ട്രംപിന്റെ ഇനാഗ്രേഷന് ക്ഷണിക്കുക. ഇനാഗ്രേഷന് മാത്രമല്ല, ട്രംപുമായുള്ള ഡിന്നറിലും അദ്ദേഹം പങ്കെടുക്കുക. ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കുക. മോദിയെ ഇതുപോലെ പരസ്യമായി അടച്ചാക്ഷേപിക്കാൻ എങ്ങനെ മനസ്സു വരുന്നു ട്രംപിന്? പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം പല വിദേശ രാജ്യങ്ങളുടെ തലവന്മാരെയും നേരിട്ട് ക്ഷണിക്കുകയും അതുപോലെ ലോകത്തിലെ പ്രധാന രാജ്യങ്ങളുടെ എല്ലാം തലവന്മാരുമായി പല പ്രാവശ്യം ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. എന്നാൽ മോദിയെ തന്റെ ഇനാഗ്രേഷന് ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്ന് ടെലിഫോണിൽ സംസാരിക്കാൻ കൂടി അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇപ്പോൾ ട്രംപിന്റെ ഇനാഗ്രേഷനിൽ നിന്ന് വരുന്ന ചില വീഡിയോകൾ കാണുമ്പോൾ മോദിയെ എത്രത്തോളമാണ് അപമാനിക്കുന്നതെന്ന് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. മോദി ഗവൺമെന്റ് തീവ്രവാദിയായി പ്രഖ്യാപിച്ച പന്നൂൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് മാത്രവുമല്ല, അതിൽ വെച്ച് എല്ലാവരും USA എന്ന് പറയുമ്പോൾ ഖാലിസ്ഥാൻ സിന്ദാബാദ്, ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ച് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുക. ഇത് അതിന്റെ വീഡിയോ കണ്ടുകൊള്ളൂ. ഇത് മോദിയെ പരസ്യമായി കളിയാക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതല്ലാതെ എന്താണ്? മോദി ഗവൺമെന്റ് തീവ്രവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചതാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ. അതുപോലെ പന്നൂനിനെതിരെ അറസ്റ്റ് വാറന്റും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ത്യ. അയാളാണ് പരസ്യമായി ട്രംപിന്റെ ചടങ്ങിൽ പങ്കെടുത്ത് ഖാലിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്നത്. അതുപോലെ ദ ലിബർട്ടി ബോൾ എന്ന പ്രസിഡന്റിനെ ആദരിക്കുന്ന പരിപാടിയിലും പന്നൂൻ പങ്കെടുത്തു. അതിന്റെ വീഡിയോയും വ്യക്തമായി കണ്ടുകൊള്ളൂ. ഇവിടെ KRK പറയുന്നത് കണ്ടോ? ട്രംപ് മോദിയെ ക്ഷണിച്ചില്ല, പക്ഷേ പന്നൂനെ ക്ഷണിച്ചു. അതുകൊണ്ട് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളിൽ പലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് പന്നൂന് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എന്ന്. മോദി ഗവൺമെന്റ് ഇയാളെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അമേരിക്കയ്ക്ക് ഇയാൾ തീവ്രവാദിയല്ല. ഇയാൾ ഒരു അമേരിക്കൻ പൗരനാണ്. വിഘടനവാദം എന്നത് അമേരിക്കയിലോ കാനഡയിലോ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലോ തീവ്രവാദ പ്രവർത്തനമല്ല. അതായത് ഇയാൾ ഖാലിസ്ഥാൻവാദി അല്ലാതെ മറിച്ച് അമേരിക്കയിലെ ഏതെങ്കിലും പ്രദേശത്തെ പ്രത്യേക രാജ്യം ആക്കണം എന്ന് വാദിച്ചാൽ പോലും അത് തീവ്രവാദ പ്രവർത്തനമല്ല. ഇയാളെ കൊലപ്പെടുത്താൻ മോദി ഗവൺമെന്റ് ജയിലിൽ കിടക്കുന്ന കൊടുങ്കുറ്റവാളി ലോറൻസ് ബിഷ്ണോയിയുടെ സഹായത്തോടെ ശ്രമിച്ചു എന്ന് അമേരിക്കയിൽ കുറ്റപത്രം ചാർത്തുകയും ഇന്ത്യൻ വംശജനായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ട്രംപിന്റെ ഇനാഗുറൽ കമ്മിറ്റി ക്ഷണിച്ചിട്ട് വന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് ട്രംപിന്റെ ഇനാഗുറൽ കമ്മിറ്റിക്ക് പണം ഡൊണേറ്റ് ചെയ്തതിലൂടെ ക്വാളിഫൈ ചെയ്തത് ആകാനേ സാധ്യതയുള്ളൂ. ഏതൊരു സാധാരണ അമേരിക്കൻ പൗരനും ആവശ്യമായ കോൺട്രിബ്യൂഷൻ നടത്തിയാൽ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മോദി തീവ്രവാദിയാണ് എന്ന് മുദ്രകുത്തിയതുകൊണ്ട് മാത്രം അമേരിക്കൻ പൗരനായ പന്നൂണിന്റെ അവകാശങ്ങൾക്ക് ഒരു കോട്ടവുമില്ല. എന്നാലും ഇത് അല്പം കടന്ന കൈയായിപ്പോയി എന്ന് പറയാതെ വയ്യ.